അവരെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ചെറിയമ്മ. അവര് കരുതി കൂട്ടി ഇറങ്ങി തിരിച്ചേക്കുക കൽപ്പനെ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പ്രിയങ്കി കണിമംഗലത്തേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തിയെങ്കിലും പ്രിയങ്കയെ ഇവരെ അടിച്ചു പുറത്താക്കാൻ സാധ്യതയുണ്ട്. വന്നു കേറിയിരിക്കുന്നതേ പ്രിയങ്ക. അവൾക്ക് എത്ര ഓർമ്മയില്ലാന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് കണിമംഗലത്തെക്കുറിച്ചും വരുണിനെ കുറിച്ചും അവളെ ദ്രോഹിക്കുന്നവരെ കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ചിത്രം ഉണ്ടാവും. അവളുടെ ഓർമ്മ പതുക്കെ പതുക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നീ കൃത്യമായി അവളുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താ മതി. പിന്നെ പ്രിയങ്ക ഇവിടെ ഒരു മേളം നടത്തും. ഞാനിത് തീരുമാനിച്ചിട്ടുണ്ട് ചെറിയമ്മ. നമ്മൾ വിചാരിച്ചിട്ട് രാധികയോ വരുണിനെയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രിയങ്കയെ കൊണ്ട് പറ്റുന്നത് അവളങ്ങ് നടത്തട്ടെ. എടി, പണ്ട് ലങ്കയിൽ ചെന്ന ഹനുമാനെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്താൻ രാക്ഷസന്മാരൊരു ശ്രമം നടത്തി. വാലിനവര് തീ വെക്കുകയും ചെയ്തു. ഹനുമാൻ എന്താ ചെയ്തെന്നറിയൂ? ആ തീ കൊണ്ട് ലങ്ക മുഴുവൻ അങ്ങോട്ട് ചുട്ടുകരിച്ചു. ഹനുമാന്റെ സ്ഥാനത്താ ഇപ്പൊ പ്രിയങ്ക വന്നിരിക്കുന്നെ. നീ അവളുടെ മനസ്സിൽ പതുക്കെ പതുക്കെ ഒരു തീ ഇട്ടുകൊടുത്ത് അതൊന്നാളി കത്തിച്ച കണിമംഗലത്തെ മുഴുവൻ ആളുകളെയും കണിമംഗലം കുടുംബത്തെയും ഇവളെ നിർത്തി കത്തിക്കും. അതൊക്കെ ഒന്ന് കണ്ടാലല്ലേ കൽപ്പനെ നമുക്കൊരു സമാധാനം കിട്ടും. ശരി ചെറിയമ്മ, ഞാനിവിടെ അധികം നേരം നിന്നാ ശരിയാവില്ല. ചെറിയമ്മയുടെ കാര്യം അപകടവും എന്റെ കാര്യം അപകടവും. അതുകൊണ്ട് ചെറിയമ്മ ഇതെടുത്ത് കഴിക്കാൻ നോക്ക. അതെ, ഞാൻ ഈ ഇട്ടിരിക്കുന്നതൊക്കെ മുഷിഞ്ഞു. അവിടുന്ന് എന്തേലും എനിക്കൊന്ന് മാറ്റാൻ കൊണ്ടുതാ. എന്റെ മുറിയിലുണ്ട്. ചെറിയമ്മ കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാം. ഞാനെന്താ പോട്ടെ. എന്താ ചെറിയമ്മ? ഒന്നുമില്ലടി മോളെ. കണിമംഗലം ഭരിക്കാൻ ഇറങ്ങി തിരിച്ച് നമ്മള് തെരുവ് തണ്ടികളെ പോലെയായി. എന്നാലും എല്ലാത്തിനും കൂട്ടായിട്ട് നീയുണ്ടല്ലോ. എല്ലാവരും വരും കഴിച്ചിട്ട് മതി. ഒന്നിച്ച് കഴിക്കാന്നാ പറഞ്ഞത്. പിന്നെ വാക്ക് മാറി ഞാൻ എഴുന്നേറ്റ് പോവേ. ഇരിക്കടൂ. ഇവിടെ ആരുമില്ല, കഴിച്ചങ്ങോട്ട്. അതെ, നീ എനിക്കൊന്ന്. ഇനി അതും വേണം. വേണം. ഞാൻ കഴിച്ചു. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ. ഈ സ്നേഹവും ശൃംഗാരവും ഒക്കെ
പെട്ടെന്ന് ഞാൻ നിർത്തി തരാം. വരുൺ, രാധികയെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊല്ലും. അങ്ങനെയെങ്കിലും നിന്നെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ. വരുൺ കഴിക്ക്. വേണ്ടടോ, ആ താല്പര്യം പോയി. അതൊന്നും കുഴപ്പമില്ല. പ്രിയ അങ്ങനെ നമുക്കറിയാലോ. ഏടത്തേക്ക് ഇനി ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മൾ കഴിക്കായിരുന്നല്ലേ നമുക്ക് മാത്രമേ നഷ്ടം വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് മോനിരുന്ന് കഴിച്ചേ. കഴിക്കേ. ചിരിച്ചുകൊണ്ട് നേരിടേണ്ടതിനെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടണം. ഒന്ന് ചിരിച്ചേ. ചിരിക്കേ.